കഴിഞ്ഞ പാർട്ടിൽ റോസ്റ്റർ ഫോമിൽ സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പഠിച്ചു. ഈ പാർട്ടിൽ പുതിയ ഒരു ഫോമിൽ സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പഠിക്കുവാൻ പോകുന്നു. സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം. A set 1 2 3 4 5. Set B 2 4 6 8. Set C 1 4 9 16. ഇത് റോസ്റ്റർ ഫോമിലാണ് ഈ 3 സെറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. റോസ്റ്റർ ഫോം ഇപ്പോൾ 3 സെറ്റ്സ് ഉണ്ട്. 3യും റോസ്റ്റർ ഫോമിലാണ്. ഈ 3 സെറ്റ്സ് ആർ ഇൻ റോസ്റ്റർ ഫോം. ഈ വാട്ട് ഈസ് സെറ്റ് ബിൽഡർ ഫോം? റോസ്റ്റർ ഫോമിൽ എ സെറ്റ് ബിൽഡർ ഫോമിൽ ആക്കണമെങ്കിൽ consider each element of A is X. Consider each element of A is X. That is 1 is X, 2 is X, 3 is X, 4 is X, 5 is X. Which set is this? 1, 2, 3, 4, 5. Which is the set? It is a set of natural numbers below 6. It is a set of natural numbers below 6. Then we can say that 2 is a natural number below 6. 3 is a natural number below 6. 4 is a natural number below 6. 5 is a natural number below 6. 6 is not a natural number below 6 because 6 is not belongs to this set. Then each element is a natural number below 6. Each element. If X is an element, then X is a natural number. Is it correct? If X is an element, X is a natural number. Yes. 1 is a natural number. It's not completely correct. X is a natural number below 6 when X belongs to this set. Because the set is the number of natural number below 6. Then each element is a natural number below 6. If X is an element of this set, then X is also a natural number below 6. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം ഉണ്ടാകുന്നത്. സെറ്റ് ബിൽഡർ ഫോം എ എഴുതാൻ പോവാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇങ്ങനെ എഴുതാം. എക്സ് സച്ച് ദാറ്റ് എക്സ്. വാട്ട്സ് എക്സ്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ number below 6. Below 6. X is a natural number below 6. Or X such that X is a natural number. X is a natural number. Then X is less than 6. It's all. ഇതും കറക്റ്റ് അല്ലേ? അനദർ മെത്തേഡ് എക്സ് സച്ച് ദാറ്റ് എക്സ്. 2 പോയിന്റ് ഇട്ടാലും മതി. എക്സ് സച്ച് ദാറ്റ് എക്സ്. എക്സ് ഈസ് എ natural number. X is
less than 5, less than 5, not less than 5. 5 is an element of the set. Less than 5 and equals 5. ഇപ്പോൾ കറക്റ്റായി. ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. വിച്ച് ഇസ് ദി ബെസ്റ്റ് വേ? ബെസ്റ്റ് വേ ഈസ് ദി തേർഡ് വേ. ഈ തേർഡ് വേയിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എങ്ങനെ വേണം ചെയ്യാം. മൂന്നും ശരിയാണ്. മൂന്നും ശരിയായിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. ഇതിനകത്ത് പക്ഷെ ഇതാണ് കുറച്ചും കൂടി നല്ലത്. മാത്സൊക്കെ ശരിക്കും അറിയാവുന്നവർ ഇങ്ങനെയാണ് എഴുതുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. നമുക്ക് ഈ വേ ആയിരിക്കും ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇതിൻ്റെ മീനിങ് എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിലോങ്സ് ടു ദിസ് സെറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ബിലോ 6 or it's below 5 or equal to 5. That is the meaning. ഇതിനാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോമിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് is a natural number. X is below or equals, below and equals, below or equals to 5. Second question, B, 2, 4, 6, 8. ഈ നമ്പേഴ്സ് ഏത് നമ്പേഴ്സാണ്? ദീസ് ആർ ഈവൻ നമ്പേഴ്സ്. എല്ലാ ഈവൻ നമ്പേഴ്സ് ഉണ്ടോ? നോ. ദീസ് ആർ ഈവൻ നമ്പേഴ്സ് ബിലോ 10. ദീസ് ആർ ഈവൻ നമ്പേഴ്സ് ബിലോ 10. അപ്പോൾ ഈ സെറ്റ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് എക്സ്, ഈ എക്സ് വേണമെന്നില്ല, ഈ എക്സ് വേണ്ട. എച്ച് സച്ച് ദാറ്റ് എക്സ് ഈസ് an even number, is an even number, then x equals x less than 8 and equals 8. കണ്ടോ? മനസ്സിലായില്ലേ? ഈസി. 1496. ഇതെന്ത് നമ്പേഴ്സാണ്? 1496. The square of 1 is 1, the square of 2 is 4, square of 3 is 9 and the square of 4 is 16. Then these are perfect square. These are perfect square. X such that x is a perfect square. The meaning is that if x is an element of this set, then x is a perfect square, or each element of this set is a perfect square which is below 16 or equals to 16, which is below or equals to 16. X such that x is a perfect square which is below or equal 16. No. The set builder form. This is set builder form. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഈക്വൽ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ എക്സ് ബിലോ ഓർ ഈക്വൽസ് 9. ഒരു ഓഡ് നമ്പറാണ് സെറ്റ്, ഓഡ് നമ്പറിൻ്റെ സെറ്റാണ്. അതിനകത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 9നേക്കാൾ ലെസ്സാണ്, 9 ഈക്വലും ആണ്. റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ ഓഡ് നമ്പറിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് 1, 3, 5, 7, 9. 9നേക്കാൾ ലെസ്സുമാണ്, ഈക്വൽസ് 9. അപ്പം 9 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എഴുതി. മറ്റൊരു ക്വസ്റ്റ്യൻ. എ ഈക്വൽസ് സെറ്റ് 3, 6, 9, 12, 15. റൈറ്റ് എ ഇൻ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. ഈ നമ്പേഴ്സ് ഏതാണ്? എന്ത് നമ്പേഴ്സാണ്? ഏത് നമ്പേഴ്സാണ്? 3, 6, 9, 12, 15. ഏത് നമ്പേഴ്സാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 3. മൾട്ടിപ്പിൾസ് ഓഫ് 3. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എ ഈസ് സെറ്റ് എച്ച് സച്ച് ദാറ്റ് എക്സ് ഈസ് എ
multiple of 3 is a multiple of 3 and x less than or equals 50. കണ്ടോ, ഇങ്ങനെ എഴുതി. മനസ്സിലായോ? ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ സെറ്റുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഹോംവർക്കൊക്കെ ഞാൻ ഇട്ട് തരാം, പിന്നെ കുറച്ച് കൂടുതൽ ഉള്ള എക്സസൈസ് നമുക്ക് ചെയ്യാം. ഞാൻ ഇതിനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കഴിഞ്ഞ പാട്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു ക്ലാസ്സിലെ ഗേൾസിൻ്റെ സെറ്റ്, ഗേൾസിൻ്റെ കളക്ഷൻ, ഈസ് ഇറ്റ് എ സെറ്റ്? വെദർ ഇറ്റ് ഈസ് എ സെറ്റ് ഓർ നോട്ട്? ദി കളക്ഷൻ ഓഫ് ഗേൾസ് ഇൻ എ ക്ലാസ്, ഇറ്റ്സ് എ സെറ്റ്. കാരണം നമുക്കത് ഡിഫൈൻ ചെയ്യാം. ദിസ് സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഗേൾസ്. സുമ, പാർവതി, ലില്ലി, എലമെൻറ്റ്സ് അങ്ങനെ എഴുതാം അല്ലേ? സുമ സെറ്റ് എ ഈക്വൽ സെറ്റ് സുമ, പാർവതി, ലില്ലി, ഭവാനി. വിച്ച് ഈസ് ദി സെറ്റ്? ദിസ് സെറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഗേൾസ് ഇൻ എ ക്ലാസ്. സെറ്റാണല്ലോ? യെസ്, സെറ്റ്. അതെ, സെറ്റാണ്. ഇനി അടുത്തത് ഇൻ്റലിജൻറ്റ് ഗേൾസ്, അതിൻ്റെ കളക്ഷൻ. ഇൻ്റലിജൻറ്റ് ഗേൾസിൻ്റെ കളക്ഷൻ സെറ്റാണോ? ഈസ് ഇറ്റ് എ സെറ്റ്? വെദർ ഇറ്റ് ഈസ് എ സെറ്റ് ഓർ നോട്ട്? എ കളക്ഷൻ ഓഫ് ഇൻ്റലിജൻറ്റ് ഗേൾസ്, ഇറ്റ്സ് നോട്ട് എ സെറ്റ്. ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ ഇൻ്റലിജൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അയാൾ മണ്ടത്തരം വേറെ കാണിക്കാറില്ലേ? ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റില്ല, ഇൻ്റലിജൻ്റ് അല്ല എന്ന് പറയാൻ പറ്റുമോ? വേറെ ചില കാര്യങ്ങളിൽ ഇൻ്റലിജൻ്റ് ഉണ്ടാവും അല്ലേ? വേറെ എന്തെങ്കിലും ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കാനുള്ള ഇൻ്റലിജൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ ഇൻ്റലിജൻ്റ് കനോട്ട് ഡിഫൈൻ. ഒരു കുട്ടി ഇൻ്റലിജൻ്റ് ആണെന്ന് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇറ്റ്സ് നോട്ട് എ സെറ്റ് ബിക്കോസ് വി കനോട്ട് ഡിഫൈൻ ഇൻ്റലിജൻസ്. വാട്ട് ഈസ് ഇൻ്റലിജൻസ്? ഏത് ഗേൾസിനെയാണ്, ഏത് കുട്ടികളെയാണ് നമ്മൾ ഇൻ്റലിജൻ്റ് ആണെന്ന് പറയുന്നത്? നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? 10 പ്രോബ്ലത്തിൽ 10 പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനകത്ത് 8 പ്രോബ്ലം ആൻസർ ചെയ്യുന്നവർ ഇൻ്റലിജൻറ്റ്, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ 2 പ്രോബ്ലം ചെയ്ത ആൾ ഇൻ്റലിജൻ്റ് അല്ലേ? അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂട്ടി, സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ ഗേൾസ് ഇൻ എ ക്ലാസ്, ഇറ്റ്സ് നോട്ട് എ സെറ്റ്. ബ്യൂട്ടിയെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഹൗ ഡു വി ഡിഫൈൻ ബ്യൂട്ടി? വെളുത്ത നിറം ബ്യൂട്ടിയാണെന്ന് പറയാൻ പറ്റുമോ? കറുത്ത നിറത്തിനും ബ്യൂട്ടിയില്ലേ? പൊക്കമുള്ള കുട്ടി ബ്യൂട്ടിയാണ്, മറ്റയാൾക്ക് ബ്യൂട്ടിയില്ല, പറയാൻ പറ്റുമോ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് മെലിഞ്ഞ, അതായത് സ്കെൽറ്റനായിട്ടിരിക്കുന്ന കുട്ടി ബ്യൂട്ടിഫുള്ളാണ്, ഫാറ്റ് ആയിട്ടുള്ള അല്ല, പറയാൻ പറ്റുമോ? ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡാണത്. ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരാളുടെ ആറ്റിറ്റ്യൂഡല്ല, ബ്യൂട്ടിയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വി കനോട്ട് ഡിഫൈൻ ബ്യൂട്ടി, സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. കണ്ടോ? അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ ആയില്ലേ? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജെക്ട്സ്. Set is a well-defined collection of objects. The objects may be numbers ആവാം, ഐഡിയാസ്, സബ്ജക്ട്സ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ലാംഗ്വേജസിൻ്റെ സെറ്റ്. ഇപ്പോൾ സെറ്റ് എന്താണെന്ന് കറക്റ്റായില്ലേ? ഇപ്പോൾ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ്, നോട്ട് കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ്, അത് തെറ്റാണ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയരുത്. വെൽ ഡിഫൈൻഡ് കളക്ഷനെ വെല്ലായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണം, ഒബ്ജക്റ്റിനെ അല്ല വെല്ലായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണത്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ട് കാര്യമില്ല, ഒബ്ജക്റ്റിൻ്റെ കളക്ഷനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് set is a
well defined collection of objects. The objects are numbers, ideas, subjects, or objects. എന്തും ആവാം. ഇതെന്ത് പഠിച്ചു? വി ക്യാൻ റെപ്രസെൻറ്റ് സെറ്റ്സ് ഇൻ ടു വേസ്, ഇൻ റോസ്റ്റർ ഫോം ആൻഡ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ക്ലിയർ ആയില്ലേ?